എന്നൊക്കെ പറഞ്ഞാലേ ഇത് എന്ത് ഭംഗിയുള്ളതെന്നറിയോ. യാസിൻ ചേട്ടൻ ഇവിടെ കിടന്ന് ഇറങ്ങണതിൻ്റെ റീസൺ ഇത് തന്നെയാണ്. ഇതുവഴി അങ്ങോട്ടും ഇങ്ങോട്ടും തരാപ്പര നടക്കാൻ പറ്റിയ അത് തന്നെയായിരിക്കും ഏറ്റവും വലിയ അറിവ്. കാരണം ഈ ഒരു പോർഷൻ വട്ടവടയിലെ ഷോല നാഷണൽ പാർക്കിൻ്റെ ഈ ഒരു പോർഷൻ വട്ടവടയിൽ നിന്ന് തിരിച്ചിറങ്ങിപ്പോള്ള ഫോറസ്റ്റ് ആണ് ഇനി ഷോല നാഷണൽ പാർക്ക്. ഓക്കെ, നമുക്കിനി ഇതിൻ്റെ യാത്ര പോകാം. ഞാൻ ഇനി ഒന്നും സംസാരിക്കില്ല, നിങ്ങൾ ജസ്റ്റ് റൈഡ് മാത്രം എൻജോയ് ചെയ്താൽ മതി കേട്ടോ. നിർത്താനും പറ്റില്ല, എനിക്ക് സ്റ്റിക്ക് നീ ഒരുപാട് ഫ്രണ്ടിൽ നിന്ന് പോ, കുറച്ച് ഫ്രണ്ടിൽ നിന്ന് എങ്കിലേ കറക്റ്റായി കിട്ടൂ. നീ കുറച്ച് ഫ്രണ്ട് കയറിപ്പോ എങ്കിലേ കറക്റ്റായി കിട്ടും. നിൻ്റെ കുറച്ച് ഫ്രണ്ടിൽ പോ. കുരങ്ങൻ എന്തോ കുരങ്ങൻ മൂടും. അടിപൊളി അടിപൊളി അടിപൊളി. നിർത്താൻ പറ്റൂല, എന്തോ പോണു കുരങ്ങൻ. എന്നൊക്കെ പറഞ്ഞാലേ ഇത് എന്ത് ഭംഗിയുള്ളതെന്നറിയോ. നിങ്ങൾ ബൈക്കിലാണെങ്കിലും കാറിലാണെങ്കിലും, എനിക്ക് തോന്നുന്നു ബൈക്കിലാണെങ്കിൽ കൂടുതൽ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റും. ഈ തണുപ്പൊക്കെ കൊണ്ട് ഭയങ്കര തണുപ്പാണ്. അപ്പുറത്ത് നോക്ക്, മുകളിൽ നോക്കും. അയ്യോ, ഈ ഒരു ഷോള ഫോറസ്റ്റിനകത്ത് കുരങ്ങ് എന്തോ ഒരു കുരങ്ങിരിക്കണം. അപ്പുറത്ത് മരത്തിലൊരു കുരങ്ങനിരിപ്പുണ്ട്. ഷോള ഫോറസ്റ്റിൻ്റെ എന്തോ മുകളിലൊരു കുരങ്ങനിരിക്കുന്നത്. ലങ്കൂർ കുരങ്ങനല്ല, ലങ്കൂർ. ഈ ഒരു പോർഷൻ വട്ടവടയിലെ ഷോല നാഷണൽ പാർക്കിൻ്റെ ഈ ഒരു പോർഷൻ വന്നിട്ട് അവർ ഭയങ്കരമായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരെണ്ണം നിർത്തരുത് എന്ന് പറയണതിൻ്റെ മെയിൻ റീസൺ ഇവിടെ പ്ലാസ്റ്റിക് ഇല്ല. ഇവിടെ ഒരു സ്ഥലത്തെ പ്ലാസ്റ്റിക് ഇല്ല.
ആളുകൾ നിർത്താത്തത് കൊണ്ട് തന്നെ ഇവിടെ അമ്മാതിരി രീതിയിലാണ് ക്ലീനായിട്ട് കിടക്കുന്നത്. ഒട്ടും പ്ലാസ്റ്റിക് ഇല്ല, വേസ്റ്റ് ഇല്ല, ഒന്നുമില്ല. അങ്ങനെ അടിപൊളിയായിട്ട് കിടക്കുന്ന സ്ഥലം. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞില്ല, ഈ ഒരു പോർഷൻ ഭയങ്കര രസമുള്ളൊരു സ്ഥലമാണ് കേട്ടോ. 30 കിലോമീറ്ററാണ് സ്പീഡ് ലിമിറ്റ്. പക്ഷെ ഭയങ്കര രസമാണ് കാണാം. ഭയങ്കര രസമെന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ്. വെറുതെ ചുമ്മാ തള്ളി മറിക്കണമല്ലോ. നിങ്ങൾ മൂന്നാർ വരെ വന്നിട്ട് ഇതൊന്നും കാണാതെ പോകരുത്. വട്ടവട ജസ്റ്റ് ഒരു ദിവസം നിങ്ങൾ വന്ന് അവിടെ കണ്ട് സ്റ്റേ അടിക്കാൻ പറ്റുന്നവരൊക്കെ ഒന്ന് സ്റ്റേ അടിച്ച് തിരിച്ച് വീണ്ടും ഇതുവഴി പോകുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. നല്ല തണുപ്പാണ് കേട്ടോ. നല്ല വെയിലുണ്ട്. പക്ഷേ വെയിൽ അത്ര ഇല്ലെങ്കിലും വെയിലുണ്ട്. പക്ഷെ നല്ല ഭയങ്കര തണുപ്പാണ്. എൻ്റെ കൈയൊക്കെ ഒരുമാതിരി ഇതാവണം, അത്ര തണുപ്പ്. ഈ റോഡിൽ കോടയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് റൂട്ടെന്ന് ഞാൻ പറയും. വെറുതെ അല്ല കേട്ടോ. നമ്മുടെ യാസിൻ മുഹമ്മദ് ഇവിടെ കിടന്ന് കറങ്ങണത്, യാസിൻ ചേട്ടൻ ഇവിടെ കിടന്ന് കറങ്ങണതിൻ്റെ റീസൺ ഇത് തന്നെയാണ്. ഇതുവഴി അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പേര നടക്കാൻ പറ്റിയ അത് തന്നെയായിരിക്കും ഏറ്റവും വലിയ അറിവ്. വേറെ നല്ല തണുപ്പത്ത് ഇങ്ങനെ കറങ്ങി നടക്കാൻ പറ്റുകയെന്ന് പറയുന്നത് ഭയങ്കര ഭാഗ്യമാണ് കേട്ടോ. ഇത് മൂന്നാറിൻ്റെ ബ്യൂട്ടി എന്നൊക്കെ പറയണത് എനിക്ക് തോന്നുന്നു വട്ടവടയാണ് മൂന്നാറിൻ്റെ ബ്യൂട്ടി. ഇങ്ങോട്ട് വന്നിട്ടില്ലെങ്കിൽ വട്ടവട കൊള്ളൂല എന്ന് പറയുന്ന ആൾക്കാരെ ഉണ്ടെങ്കിൽ എടുത്ത് കിണറ്റ് ചെയ്യരുത് കേട്ടോ. വട്ടവട എന്ന് പറയണത് ഇതും കൂടി ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതാണ്. അപ്പം അത് കാണാതെ പോകാന്നൊക്കെ പറയണത് എനിക്ക് പറ്റൂല. ഞാനിനി എപ്പോഴൊക്കെ മൂന്നാർ വന്നാലും ഈ ഷോലാപാറി ഈ വെറുതെ വട്ടവട പോകുന്നു, തിരിച്ചിപ്പോൾ വരുന്നു എന്ന് പറഞ്ഞാൽ നേരെ തിരിച്ചു വരും. അത്ര രസമുള്ള റോഡാണ് ശരിക്കും. എനിക്ക് സംസാരിക്കാതിരിക്കാൻ തോന്നുന്നില്ല, അതാണ് കാര്യം. എനിക്ക് നിങ്ങളായിട്ട് സംസാരിച്ച് പോകണം. അത് ഈ കാട്ടിൻ്റെ ഇടയിൽ കൂടി. നിങ്ങൾ ശ്രദ്ധിക്കുക, ഒരു സ്ഥലത്ത് പ്ലാസ്റ്റിക് വേസ്റ്റ് ഇല്ല. ഒരു സ്ഥലത്ത് അങ്ങനെ ഹിഡനായിട്ടും മൂന്നാറിൻ്റെ ജെം എന്നൊക്കെ പറയാൻ പറ്റുന്ന രീതിയിൽ ഒതുക്കി വെച്ചിരിക്കുന്ന ഒരു സ്ഥലം. ഇത് 5 കിലോമീറ്റർ എന്തോ ഉണ്ട് കേട്ടോ ഫോറസ്റ്റ്. അത് കഴിഞ്ഞാൽ പിന്നെ ചെക്ക് പോസ്റ്റ് കഴിയും. ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് കഴിയണവരെ, അതായത് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അപ്പുറത്തെ ചെക്ക് പോസ്റ്റ് എത്തുന്നവരെ 5 കിലോമീറ്ററാണ്. അതിൻ്റെ ഒരു സ്ഥലത്തും നിർത്താൻ പാടില്ല. നിർത്തരുതെന്ന് പറയുന്നത് ഒന്നാമത്തെ കാര്യം, ഇതേപോലെ സിംഗവനം കുരങ്ങന്മാർ ഒരുപാടുണ്ട്. ഇത് ചിലപ്പോൾ വന്ന് നിങ്ങൾ അറ്റാക്ക് ചെയ്തെന്നിരിക്കാം, അറ്റാക്ക് ചെയ്യുമെന്നല്ല, ചിലപ്പോൾ ചെയ്തേക്കാം. അവന്മാരുടെ ടെറിട്ടറി കയറി വന്നിട്ട് നമ്മളൊരുമാതിരി കാണിച്ചുകൊണ്ടിരുന്ന അവന്മാർ വന്ന് ദേഷ്യം കാണിച്ച് ചെയ്യേണ്ടതെല്ലാം ചെയ്തിട്ടങ്ങ് പോകും. ചിലപ്പോൾ ആന ഇറങ്ങി വരുമായിരിക്കും. ഇതിനകത്ത് ആനയും കാണില്ല എന്നൊന്നുമില്ല, വട്ടവടയല്ലേ മൂന്നാറൊക്കെ അല്ലേ, ആന എന്തായാലും കാണും. ഇംഗ്ലീഷ് സ്പോട്ടിൽ കാണും. പറഞ്ഞു ഇങ്ങോട്ട് ഇറങ്ങി വരുന്നില്ല എന്നേ ഉള്ളൂ എന്ന് തോന്നും, കാണുമായിരിക്കും. ഓക്കെ, നമ്മളങ്ങനെ ചെക്ക് പോസ്റ്റിൻ്റെ സൈഡെത്തി. ഓക്കെ, അപ്പോൾ എന്തായാലും ടാറ്റ. വീഡിയോനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ വീഡിയോ കണ്ടു വന്നിട്ട് എന്ത് തോന്നിയെന്നൊക്കെ ഉള്ളത് കമൻറ്റ് ചെയ്യാട്ടാ. നല്ല രസമുള്ള റോഡ്.